ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പം ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ചെറിയ പരിപാടിയുണ്ട്, പക്ഷേ സെറ്റാണ്. പരിപാടി എന്ന് വെച്ചാൽ നമ്മളൊരു വണ്ടിയായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പോവാണ്. നമ്മുടെ പജേറോ. അപ്പോൾ മച്ചാനെ ഞാൻ വിളിച്ച്, അവൻ വരും. നമ്മുടെ അടുത്തുള്ള പയ്യനാണ്, അവൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ വണ്ടി അവന് കൊടുത്തിട്ട് അവൻ്റെ ഒരു BM-ൻ്റെ മരതൊക്കെ ഉണ്ടെന്നാണ് അവൻ പറഞ്ഞത്. അപ്പം അവനെ വിളിച്ചിട്ട് കയറാൻ പറഞ്ഞ്, ചെറുക്കനിപ്പോൾ കയറുന്നൊക്കെയാണ് പറഞ്ഞത്. സോ നമുക്ക് ഈ വണ്ടി ഒന്ന് ഫുള്ളി കാണുവാണെങ്കിൽ വീലൊക്കെ പൊക്കിയിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് കോയിങ് കിറ്റാണ് കേട്ടോ വണ്ടി ചെയ്തിരിക്കുന്നത്. ഫുള്ള് കോയിങ് കിറ്റാണ്. ബാക്കിൽ ആ ടയർ വെച്ചേക്കുന്ന കോയിങ് കിറ്റാണ്. ഇപ്പം എൻ്റെ എത്രാമത്തെ വണ്ടിയാണ് ഗൈസ്? പജേറോ അല്ല ഗൈസ്, ഇത് LC ആണല്ലോ. ഇതെന്തോ ഒരു 6 or 8 വണ്ടിയും കണ്ട. ഇത് കൊടുക്കും, പിന്നെ എടുക്കും, കൊടുക്കും. പൈസയ്ക്ക് ആവശ്യം വരുമ്പോഴത്തേക്കും പണിത് കൊടുക്കും, പിന്നെ എടുക്കും. അങ്ങനെയാണ് ഗൈസ്. അപ്പം മച്ചാൻ ഈ വണ്ടി ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഈ വണ്ടി ഇത് ഫ്ലാഗൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ വണ്ടി അങ്ങോട്ട് കൊടുത്ത് ആ മരത് ഇനി എടുക്കാൻ പോവാണ്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ പൈസയൊന്നുമില്ല. നമ്മുടെ അടുത്തുള്ളൊരു പയ്യനാണ് ഗൈസ്. അപ്പോഴത്തേക്കും ഇത് വിറ്റാലും അവന് പൈസ കിട്ടും, വീട്ടിലേലും അവൻ്റെ പൈസ അവൻ്റെ കയ്യിലിരിക്കുമല്ലോ. അപ്പോൾ നമ്മളെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവനെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം കണ്ട് കയറ്റിയതേ ഉള്ളൂ. അപ്പോൾ ഈ വണ്ടി അവന് കൊടുത്തേക്കാമെന്ന് ഞാനും വിചാരിച്ചു. ഞാൻ ഈ വണ്ടി ഒന്നും എടുക്കാറൊന്നുമില്ല ഗൈസ്. ഇതിന് വലിയ ഇച്ചിരി മടുപ്പാണ്. ഇപ്പോൾ എൻജിനൊന്നും കയറ്റണ്ടെന്ന് വിചാരിച്ച് വണ്ടി നൈസിലിങ്ങനെ ഇട്ടേക്കുമായിരുന്നു. അപ്പോൾ ചെറുക്കൻ വന്ന് അവനെടുത്തോളാമെന്ന് പറഞ്ഞ് അവൻ്റെ മരതകം എനിക്ക് തരാമെന്നും പറഞ്ഞു. അപ്പോൾ അവന് ഇപ്പം വരും. ഇവിടെ താമസിക്കുന്നത് എന്താ, ഞാൻ വിളിച്ച് നോക്കട്ടെന്ന്, വിളിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ആ വീഡിയോയ്ക്ക് CPM കളിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോയ്ക്ക് ഒരു കമൻ്റ് ഇട്ടാൽ ഗൈസ് എനിക്ക് ആ വണ്ടി കമൻ്റ് എന്ന് പറയുന്നത് ആ 3 കമൻ്റ് എങ്ങാണ്ടേ ഉള്ളൂ വീഡിയോയ്ക്ക്. ലൈക്കുണ്ട്, കമൻ്റ് ഇട്ടാലല്ലേ നിങ്ങൾ പിക്കപ്പ് വഴിയല്ലേ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അത് ഈ കമൻ്റ് ഇട്ടാലല്ലേ എന്തെങ്കിലും ഒരു സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്കും നിങ്ങൾ ലൈക്ക് അടിക്കുന്നതോടെ മാക്സിമം കമൻ്റ് ഇടുക. കറക്റ്റ് 100 സബ് ആകുമ്പോഴത്തേക്കും നമ്മൾ ആ വണ്ടി അന്ന് തന്നെ കൊടുക്കും. അതിൽ വിന്നറാവുന്ന ആൾക്കാരിനെ സെലക്ട് ചെയ്യുക, ഏത് വണ്ടി എടുക്കണമെന്ന്. 2 വണ്ടി ഉണ്ടല്ലോ. സോ മാക്സിമം ആ ഒരു റീലിന് എല്ലാവരും കമൻ്റ് ഇടുക, എന്നാലേ കമൻ്റ് പിക്കപ്പ് വഴി സെലക്ട് ആകത്തുള്ളൂ. ഇപ്പോൾ ഇന്നലെ ഒരു ബ്രോ ഒന്ന് പറഞ്ഞായിരുന്നു, ഇതിനകത്തല്ല നേരിട്ട് വന്നിട്ട് പറഞ്ഞ് പുള്ളിക്കൊരു M5 കൊടുക്കുമോ. ഞാൻ പറഞ്ഞ് M5 ഇല്ല, ഇങ്ങനെയൊരു ഗീവ് അവേ ഞാൻ നടത്തുന്നുണ്ട്, അതിൽ കയറിക്കോളാൻ പറഞ്ഞു. പുള്ളി അതിൽ കയറിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. സോ ഗൈസ്, അപ്പോൾ ഇതുവരെ പുള്ളി വന്നിട്ടില്ല. ഞാൻ ആ പുള്ളിയെ വിളിച്ചിട്ട് ഒന്നുകൂടെ വരാവേ ഗൈസ്. അങ്ങനെ അവൻ എത്തിയിട്ടുണ്ട്. ഇത് DT സുധാകരൻ എന്നൊക്കെ പറഞ്ഞ് പേരൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമുക്കിനി വണ്ടി അങ്ങോട്ട് നിൽക്കുന്നിടത്തോട്ട് കൊണ്ടുപോകും. അവനെവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കട്ടെ, എവിടെയാന്ന് നോക്കാവേ. മാപ്പന്തി നിൽക്കും. പുള്ളി ഇങ്ങോട്ട് വരാമെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് തന്നെയല്ല, ഇങ്ങോട്ട് വരുമായിരിക്കും കേട്ടോ. അവൻ അങ്ങോട്ടാണല്ലോ പോകണത്, ഇങ്ങോട്ട് പോവാം. ഞാൻ മെസ്സേജ് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ നിൽക്കുമായിരിക്കുമല്ലോ. അപ്പം നമുക്ക് അങ്ങോട്ടില്ല, മാപ്പിട്ടിട്ട് അങ്ങോട്ട് ചെല്ലാതായിരിക്കും നല്ലതില്ല. വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി നിൽക്കും നമ്മൾ, അതാണ് വിഷയം. നമുക്ക് നേരെ ഹലോ എന്നിട്ടാണ് കേട്ടോ മച്ചാൻ. കൈ വല്ലതും തട്ടിയതായിരിക്കും. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം കേട്ടോ. ഇതിനാണ് കൈ സുത്തി വലിയില്ലെന്ന് പറഞ്ഞ വണ്ടി. ചിലപ്പം തട്ടി മൂഞ്ചി
പണിതിട്ട് കൊടുക്കുക, സീനില്ല. വണ്ടി പണിതാലും കുഴപ്പമൊന്നുമില്ല ഗൈസ്, ഈസ് വണ്ടിയാണ്. പണിതില്ലേലും കുഴപ്പമൊന്നുമില്ല. അതേ എൻ്റെ ദൈവം, ഇത് കൊല്ലാൻ നടക്കുകയാണ്. നമുക്ക് വണ്ടി ഒന്ന് പണിതിട്ട് കൊടുക്കാം, അതാണ് വഴി. റെയിലങ്ങ് പോകാം, എല്ലാം നമ്മുടെ വഴിയാണ് ഗൈസ്. നമുക്ക് അങ്ങനെയൊന്നുമില്ല. എന്നാലും വണ്ടി പണിതിട്ടുണ്ട്. സോ വണ്ടി നമുക്ക് ഇവിടെയോട്ടങ്ങ് ഇറക്കിയിടാം. അപ്പോൾ ഒന്ന് ഇവിടെ കൊണ്ടിട്ടൊരു അവൻ്റെ വണ്ടി എനിക്കിവിടെ ഒന്ന് പാർക്ക് ചെയ്തിട്ടേക്കാം. അപ്പോൾ അവൻ വരുമായിരിക്കും. വരുന്നുണ്ട് ഇതേണ്ടേ അതിന് പറമ്പിലോട്ട് പോകണം. വരുന്നുണ്ട് ഇതേണ്ട ഗൈസ്. മരുത് എന്താ പുറകെ എഴുതി വെച്ചിരുന്ന ഈഗിൾ ഗെയിമിംഗ് എന്നങ്ങാണ്ട് പുറകെ എഴുതിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്പർ കറക്റ്റല്ലെന്ന് തോന്നുന്നു. നോക്കട്ടെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. എന്ത് കാണിക്കുന്നത്? ഗൈസ് ഈഗിൾ ഗെയിമിംഗ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. നമ്പർ കറക്റ്റാണ്. നമ്പർ കറക്റ്റാണെന്ന് തോന്നുന്നു. സംഭവം തന്നെയാണെങ്കിലും ചെത്ത കിടിക്കിയിട്ടുണ്ട്. നൈസ് വണ്ടി, കൊള്ളാം. കൊല്ലുമെന്ന് തോന്നില്ലേ ആണ്ടേ. എൻ്റെ വണ്ടിയുടെ മോണ്ടേക്ക് ഇരുന്ന് ഇറങ്ങടാ. എന്നാൾ നമ്മുടെ വണ്ടി ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടേക്കാം, അല്ലെ അവൻ അടിച്ചുകൊണ്ട് പോയാലോ. DK സുധാകരൻ. അപ്പം നമുക്കെന്നാളും വണ്ടി കൈമാറാൻ കേട്ടോ. പുള്ളിയുടെ മരുതകം ഇരിക്കും. നമുക്ക് ഈ വണ്ടി അപ്പോൾ കൈമാറാം. അത് തന്നെ അവനോട് വണ്ടി തരാൻ പറയാം. വണ്ടി എട്ടല്ലല്ലോ, അയ്യല്ലേ എനിക്ക്. വണ്ടി ഇങ്ങനെ ഇട്ടേക്ക് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ലല്ലോ. ലോക്കാക്കിയിട്ട് ഇതാണ് ഇവൻ്റെ കാര്യം. പക്ഷെ ഞാൻ ലോക്കാക്കിയിട്ടേക്ക് കേട്ടാ, അത് വേറെ കാര്യം. അപ്പോൾ അവൻ വിചാരിക്കുന്നു നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാനാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ, നമുക്ക് ഫോട്ടോ എടുക്കാൻ. നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് ബാക്കിലോട്ടിടാം. ഇച്ചിരി കുറച്ച് നല്ല ലാഗ് അടിക്കുന്നുണ്ട് കേട്ടോ. അത്രയും മതി. അൺലോക്ക് എന്തിന്? ഞാൻ വണ്ടി മാറ്റിയിട്ടതാടേ. കരയാൻ നിൽക്കുന്നത് കൊച്ചിറക്കനാണ്. ഇത്ര 10 വയസ്സും കണ്ടേ ഉള്ളൂ. അവനാണിത് കളിക്കുന്നത്. അവൻ്റെ വണ്ടിയായത്. ചിക്കൻ കൊള്ളാം, നല്ല ക്രിയേറ്റിവിറ്റി ആണ് അതേ വണ്ടി തന്ന കൈസ്. അപ്പോൾ നമുക്കവൻ അപ്പോൾ നമ്മുടെ വണ്ടി ഇനി അവന് കൊടുക്കാം. വേണ്ടേ? കൺഗ്രാജുലേഷൻസ്. നമ്മുടെ വണ്ടി ഇനി അവന് കൊടുത്തേക്കാം. 1 രൂപ അത് മതി. കൊടുത്ത് ഫുള്ള് കോയിൻ കിറ്റുള്ള വണ്ടി അവന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ BM അങ്ങനെ കോയിൻ കിറ്റൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഈ BM ഹാപ്പി ആയില്ലേന്ന് ചെറുക്കനോട് ചോദിച്ചിട്ടുണ്ട്. അവൻ എന്താ റിപ്ലൈ ഇടുന്നത് നോക്കാതെ. എന്താ റിപ്ലൈ? വലിയ റിപ്ലൈ. ചിരിച്ചു കാണിക്കുന്നു ഗൈസ്. അപ്പോൾ അവന് ഹാപ്പി ആയിട്ടുണ്ട്, നമ്മളും ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ അവനോട് പറഞ്ഞിട്ടൊരു പിക്ക് എടുക്കാം. സോ ഡ്രോൺ കിട്ടി. ഡ്രോൺ വെച്ച് നമ്മളൊരു ഫോട്ടോയൊക്കെ കാഴ്ചയേക്കാം. ഡ്രോൺ ഇതാരീ തല? ഇത് ഞാനല്ലേ? മാറിയിക്കടാ. സുധാകരൻ ചേട്ടനോട് മാറി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോ എടുത്തേക്കാം. ഫോട്ടോ എടുത്ത് ഗൈസ് ഹൈലിഡ് ക്ലാരിറ്റി ഇത് ഗ്രാഫിക്സ് ഹൈഡാണ് കേട്ടോ പുള്ളി ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് പോവാ ബൈ നയിച്ചേക്കാം. അപ്പോൾ ഗ്രാഫിക്സ് അത് കുഴപ്പമില്ല, സെറ്റാണ്. അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് ഓടിച്ച് നോക്കാമെന്ന് വീഡിയോയ്ക്കകത്തൊന്ന് ഓടിച്ച് കാണിക്കാമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവനാണ്ട് ഇറങ്ങിയും പോയി. പിന്നെ എന്നെ ചെയ്യാൻ ഗൈസ്. അപ്പോൾ നിങ്ങൾ മറ്റേ ജിയോയുടെ കാര്യം മറക്കണ്ട. ഇതിൽ റീലിനകത്ത് കമൻ്റ് ഇടണം കേട്ടോ. കമൻ്റ് ഇട്ടാൽ ഇത് നമുക്ക്
ഗീവയിൽ പിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഗൈസ് ആരെയും. അതാണ് 2 കമൻറ്റേ ഉള്ളൂ. സോ നിങ്ങൾ എല്ലാവരും ലൈക്ക് അടിക്കുന്ന കൂടെ എന്തേലും ജസ്റ്റ് ഒരു ഇമോജി കമൻറ്റ് അങ്ങ് ഇട്ടാൽ മതി ഗൈസ്. അതിനകത്തൊന്ന് പിക്കായിക്കോളും. കറക്റ്റ് 100 സബ് ആവുന്ന അന്ന് തന്നെ നമ്മൾ ഇത് എടുക്കും, ഗീവേ നടത്തും. സോ ഓക്കെ ഗൈസ്, എനിക്കെല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പോട്ടെ ഗൈസ്, ബൈ ബൈ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ. നാളെ വരും കേട്ടോ അടുത്ത വീഡിയോ. ബൈ.